മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 29ാമത് പൊതിച്ചോറ് വിതരണം വിവിധ ഇടങ്ങളിൽ നടന്നു. പുലിയൂർ ലില്ലി ലയൺ സ്പെഷ്യൽ സ്കൂൾ, ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം, ചെന്നിത്തല, ചെറുകോൽ അൽഫോൻസ ധ്യാന കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പൊതിച്ചോറ് വിതരണം നടത്തിയത്. മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 29ാമത് പൊതിച്ചോറ് വിതരണം പുലിയൂർ ലില്ലി ലയൺ സ്പെഷ്യൽ സ്കൂളിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഈ സതീഷിൻ്റെ ചെറിയ കുട്ടികളുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കും ഒരു മാസത്തിൽ 2 ഇടത്ത് വെച്ച് നിങ്ങളുടെ എല്ലാ വരുമാനത്തിനും വേണ്ടി ജയ്. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു. ബിന്ദു കളരിക്കൽ, ട്രസ്റ്റ് ട്രഷറർ MP പ്രതിപാൽ, സ്കൂൾ പ്രിൻസിപ്പൽ മോളി സേവ്യർ, അക്കാദമിക് ഡയറക്ടർ അജ സോണി, സ്കൂൾ മാനേജർ സുധീഷ്, HR മാനേജർ ലക്ഷ്മി രാജേന്ദ്രൻ, ഓഫീസ് അസിസ്റ്റന്റ് ആദർശ്, സുഭാഷ് ബാബു S, സലീം ചാപ്രയിൽ, മാത്തായി N എന്നിവർ സംസാരിച്ചു. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന പൊതിച്ചോറ് വിതരണം തൃക്കുരുട്ടി മഹാദേവ സേവാസമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം, ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗയ്ക്ക് നൽകി നിർവഹിച്ചു. നമ്മൾ കൊടുക്കുന്നത് 10 രൂപയാണ്, പക്ഷെ നമ്മൾ ഇതിപ്പോൾ കൊടുക്കുന്നതാണ് കറക്റ്റ് കൊടുക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇത് അറിയപ്പെട്ടതും നടന്ന സംഘാടകരും നമുക്കെന്നും ഓർക്കേണ്ട ആൾക്കാരാണ്. ഇത് മാനായത്ത് തന്നെ എനിക്ക് ഇപ്പം നല്ല അതിനെ നല്ല ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം ഇവിടെ പണ്ട് കയറുന്ന ആളെല്ലാം കണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞാൻ അറിയിക്കുമ്പോൾ സതീഷ് എല്ലാ മാസവും ഇവിടെ തന്നെ എല്ലാ പണം ചെയ്യാറുണ്ട്. അത് ഏറ്റവും വലിയൊരു സേവനമാണ്. അതിന് എൻ്റെ ഭാഗത്തും എല്ലാ സഹായം ഉണ്ടാകും. ഇത് നയിക്കുന്ന ഈ ഗാന്ധിഭവൻ മുഴുവൻ ആൾക്കാർക്കും 1000 നന്ദി രേഖപ്പെടുന്നു. ഈ പൊതിച്ചോറ് ഉൾപ്പെടെ രേഖപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചെന്നിത്തല ചെറുകോൽ അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോറ് വിതരണം ചെന്നിത്തല ലയൺസ് ക്ലബ് പ്രസിഡന്റ് PB സൂരജ് സിസ്റ്റർ ചെറുപുഷ്പത്തിന് നൽകി നിർവഹിച്ചു. സ്കൂൾ പഠിക്കുന്ന കാലം പോലെ അറിയുന്ന പരസ്പരം സൗഹൃദം സൂക്ഷിക്കുന്ന അദ്ദേഹം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ പൊതിച്ചോറ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് സംസാരിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ എത്തിക്കാറുണ്ട്. നമ്മൾ അല്ലാതെ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയം മുതലേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി സംഘടനകളെയൊക്കെ എത്തിക്കുവാനും അവരെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുവാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു എന്നാരെങ്കിലും സംസാരിച്ചാൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് നമ്മുടെ ഈ ഇടങ്ങളിലെ സ്ഥാപനത്തിൻ്റെ പേരാണ്. നമ്മളെപ്പോഴും അവരെ സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് നേരിട്ട് കണ്ട് അനുഭവവും പരിചയവും അതോടൊപ്പം തന്നെ നമ്മളൊരു നാടകവും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് ഇവർക്ക് വേണ്ടി തന്നെ. അങ്ങനെയുള്ള ഒരു സ്നേഹവും സൗഹൃദവും അമ്മമാരോടുള്ള ആദരവും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. CD നെറ്റ് ന്യൂസ് മാന്നാർ.